മഴയ്ക്കുള്ള വലിയ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ പോകണം. പ്രത്യേകിച്ച് ഇന്ന് 2 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. രണ്ടും മലയോര ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ സൂക്ഷിക്കുക. ഇന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരക്കെ എല്ലാ ജില്ലകളിലും മഴയുമുണ്ട്, ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. സുലേഖ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സുലേഖ, കുടയും ചൂടി നിന്നുകൊണ്ട് തന്നെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ന് എവിടെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ളത്? നമ്മൾ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? മനു, എന്തായാലും സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് പ്രത്യേകിച്ച് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് പരക്കെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ നേരിയതോ ആയ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. കാറ്റിനുള്ള 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ മെയ് 27 കൂടി കാലവർഷം അത് കേരളത്തിലെത്തും, കേരളത്തിൽ പ്രവേശിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒന്നുകിൽ മെയ് 27 അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ കേരളത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും 19-ാം തീയതി 4 ജില്ലകളിൽ മലബാർ പ്രദേശങ്ങളിൽ മലബാർ മേഖലകളിൽ ഇത്തരത്തിൽ കാലവർഷം കടുക്കുന്ന അല്ലെങ്കിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വേനൽ മഴയാണെങ്കിലും അത് സംസ്ഥാനത്ത് കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് നേരിയതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതോ ആയ മഴ പരക്കെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഒപ്പം 2 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് വരും. മനു, ശരി സുലേഖ, ഏതായാലും ജാഗ്രതയോടെ ഇരിക്കുക. മഴ മുന്നറിയിപ്പുകളുണ്ട്. 10 മണിക്ക് പുതിയ അലർട്ടെത്തും. ആ സമയത്ത് ഒരു പക്ഷേ ഇത് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. മഴയോട് അല്ലെങ്കിൽ മഴ വരുന്നുണ്ട് എന്ന ഒരു ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകണം. കാരണം ഇനിയിപ്പോൾ കാലവർഷമൊക്കെ എത്താറായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുടയെടുക്കണം, കോട്ടുകൾ എടുക്കണം, ഒപ്പം തന്നെ യാത്രകളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തീരദേശത്ത് താമസിക്കുന്നവർ, മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ, അവരുടെ ഒരു സാഹചര്യമാണ്. വളരെ ജാഗ്രത പാലിക്കുക. കടലാക്രമണമൊക്കെ ഉണ്ടാകാം. മലയോരത്തൊക്കെ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. നമുക്ക് ഏറ്റവും സുരക്ഷിതമായി ഈ മഴക്കാലത്തെ മറികടന്ന് പോകണം. മഴ നമുക്ക് അനിവാര്യമാണ്, മഴ ആസ്വദിക്കാൻ പറ്റുന്നതുമാണ്. പക്ഷേ മഴ സംഹാരരൂപിയായാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജാഗ്രതകളോട് തന്നെ മുന്നോട്ട് പോകാം.